ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹാബിമാർ ഓരോരുത്തരും മാതൃകയാക്കുകയാണ് മുഅ്മിനീങ്ങളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന സമയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പരസ്പര സഹായത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, കാരുണ്യത്തിൻ്റെ സ്പർശങ്ങൾ പരിശുദ്ധ ദീനിന് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പൈസ ഇല്ലാത്തവർക്ക് സുബ്ഹാനല്ലാഹ് ചൊല്ലാം. പൈസ ഇല്ലാത്തവർക്ക് റോഡിൽ നിന്ന് എന്തെങ്കിലും അപകടങ്ങൾ എടുത്തു മാറ്റുന്നത്, ഒരു മുള്ളെടുത്ത് മാറ്റുന്നത്, ഒരു കുപ്പിക്കഷ്ണം എടുത്തു മാറ്റുന്നത്, എന്തെങ്കിലും ഒരു അപകടമുള്ള സാധനം എടുത്തു മാറ്റുന്നത് സ്വതഖയാണ്. വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മുള്ളെടുത്ത് മാറ്റുന്നത് സ്വതഖയാണ്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വതഖ. തൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ ചിരിക്കുന്നത് പോലും സ്വതഖയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വതഖയാണ്. വതുഈനു റജുല അലാ ദാബത്തിഹി. ഒരാൾക്ക് വാഹനത്തിൽ കയറാൻ പ്രയാസമുണ്ട്, വാഹനം തുറന്നു കൊടുക്കുന്നു, ഒരാളെ വാഹനത്തിലേക്ക് കയറ്റുന്നത്, ഒരു ബസ്സിലേക്ക് കയറാൻ കൈപിടിച്ചു കൊടുക്കുന്നത്, ട്രെയിനിൽ കയറാൻ കൈപിടിച്ചു കൊടുക്കുന്നത് സ്വതഖയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് തൻ്റെ ഹഖീബതഹു യർഫഉ ലഹു ഹഖീബതഹു, ഒരാൾക്ക് തൻ്റെ ബാഗ് ഒന്ന് പൊക്കി കൊടുക്കുന്നത്, ഒരു ലഗേജ് ഒന്ന് എടുത്തു വെച്ച് കൊടുക്കുന്നത്, ഒരൽപ്പം സഹായം ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സ്വതഖയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സത്യവിശ്വാസിയുടെ ജീവിതം സ്വതഖകളെ കൊണ്ട് നിർഭരമാണ്. ഒരുപാട് ദാനം, പല നിലക്കുള്ള ദാനം. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉലമാ സ്വതഖയെ വ്യാഖ്യാനിക്കുന്നത് സ്വതഖത്തുൻ മാദിയ്യ വ സ്വതഖത്തുൻ ഖുലുഖിയ്യ. സ്വഭാവം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദാനമുണ്ട്, നമുക്ക് കാശ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദാനവുമുണ്ട്. രണ്ടും സത്യവിശ്വാസികൾക്ക് എമ്പാടും പ്രതിഫലം കിട്ടാനുള്ള വഴിയാണ്, കാരുണ്യത്തിൻ്റെ വഴികളാണ്. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന കാഴ്ച നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കാണുന്ന ഉമർ തങ്ങളൊരു വീട്ടിലേക്ക് പോകുന്നത്, ആരുടെ വീടാണെന്നറിയില്ല, എന്താണ് അവിടെ അമീറുൽ മുഅ്മിനീൻ ചെയ്യുന്നതെന്നറിയില്ല. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്നാലെ ചെന്നു. ഒരു ദിവസം ചെന്നിട്ട് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയതിൽ പിന്നെ ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫഇദാ ഫീഹാ ഇംറഅത്തുൻ അജൂസുൻ അംയാ, കണ്ണ് കാണാത്ത ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ആ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു കടന്നിറങ്ങിപ്പോയ വീട്ടിലേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നു ചെന്ന് നോക്കുമ്പോൾ കണ്ണ് കാണാത്തൊരു വൃദ്ധയായ ഉമ്മയാണ്. അവരോട് ചോദിച്ചു, ഉമ്മ, ഇവിടെ വന്നു പോയ ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അവർ പറഞ്ഞു, എനിക്കറിയില്ല. അവരെന്താ നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്നത്? യഖ്ദുമു വയക്നിസു ബൈതി വയുസീലു അന്നിൽ അദാ, എൻ്റെ വീട്ടിലെ അഴുക്കുകളൊക്കെ നീക്കിത്തരികയും വീടടിച്ചുമാരി തരികയും എനിക്ക് വേണ്ട ശുശ്രൂഷകളും ചെയ്തു പോകുന്ന ആളാണ് ഇയാൾ. ആരാണ് നിങ്ങൾക്കറിയോ? അത് എനിക്കറിയില്ല. ആരുമല്ല, മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു, സകിലത്ക ഉമ്മുക യാ ത്വൽഹ അഔറാതി ഉമർ തതതബ്ബ. ത്വൽഹ, നിങ്ങൾക്ക് നാശം ത്വൽഹ. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ രഹസ്യമായിരുന്നുവോ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്? ഉമർ തങ്ങൾ എവിടെ കിടക്കുന്നു? ആ അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ നിന്നിരിക്കെ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധയായ ഉമ്മാക്ക് സേവനം ചെയ്ത ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു വൃദ്ധയായ പെണ്ണിന് സേവനം ചെയ്തത് പിന്നാലെ നടന്നു ചെന്ന് കണ്ടുപിടിച്ച ആളാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ അൽ ഫാറൂഖ് തങ്ങൾ തന്നത് ചെയ്തത് കണ്ടുപിടിച്ചു ത്വൽഹ റളിയല്ലാഹു തആല അൻഹു. സ്വഹാബികൾ മത്സരിക്കുകയായിരുന്നു, ജീവിതത്തിൽ നന്മകൾ ചെയ്യണം. ആരാരും അറിയാതെ, അള്ളാഹു മാത്രം അറിയുന്ന ഒരുപാട് നന്മകൾ ഒരുപാട് ആളുകൾക്ക് ചെയ്യണം. മദീനയിലെ 100ഓളം വീട്ടുകാർക്ക് ഗോതമ്പുണ്ടാക്കാനുള്ള അവരുടെ ഗോതമ്പിൻ്റെ പൊടി വീടിൻ്റെ പടിവാതിലിക്കൽ കൊണ്ടുവച്ചു പോകുന്ന ഒരു മഹാമനുഷ്യൻ, മഹാനായ സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കിടാവ് അലി ഇബ്നുൽ ഹുസൈൻ ബിൻ അലി, അലി എന്നവരുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലി, സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന മഹാൻ, അവർ വഫാത്തായ സമയം അവരെ കുളിപ്പിക്കാൻ വേണ്ടി കിടത്തിയപ്പോഴാണ് അവരുടെ ചുമലിൽ ഒരുപാട് കറുത്ത പാടുകൾ. എന്താണ് ആ പാടുകളെന്നറിയോ? മറ്റൊന്നുമല്ല, മദീനയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം തോളത്ത് വെച്ച് വഹിച്ചുകൊണ്ട് നടന്നതിൻ്റെ അടയാളം
100ഓളം വീട്ടുകാർക്ക് അവരുടെ മരണശേഷം ഭക്ഷണം കിട്ടാതായപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് ഭക്ഷണം കൊണ്ടുതന്നിരുന്ന ആൾ മറ്റാരുമല്ല സൈനുൽ ആബിദീൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കിടാവായിരുന്നു. നബിയുടെ പരമ്പരയിൽ വന്ന സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മഹാനായ സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി ഇബ്നു അബി ത്വാലിബ് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ മഹാമാതൃകകൾ ദീനിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചു പോയിരിക്കുകയാണ്. അവരുടെ മാർഗത്തിലേക്കാണ് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഹബീബിൻ്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ കൈ കൊണ്ട് ഞാൻ തുന്നി ഉണ്ടാക്കിയ ഒരു വസ്ത്രം അത് അങ്ങേക്ക് തരാൻ വേണ്ടി ഞാൻ വന്നതാ. എൻ്റെ കൈ കൊണ്ട് തുന്നിപ്പിടിച്ച ഒരു ഷോൾ, ഒരു വസ്ത്രം അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തു. ആ വസ്ത്രം നബി തങ്ങൾ അണിഞ്ഞ് ഒരിക്കൽ പള്ളിയിലേക്ക് വന്നു, അരയുടുപ്പായി അണിഞ്ഞു വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേരത്തൊരാൾ ചോദിച്ചു, നബിയെ, ആ വസ്ത്രം എനിക്ക് തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം മാറി വന്ന് മടക്കി വെച്ച് ഈ ചോദിച്ച ആൾക്ക് കൊടുക്കുകയാണ്. സ്വഹാബികൾ പറഞ്ഞു, മാ അഹ്സൻത, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. നിനക്കറിയില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആരെന്ത് ചോദിച്ചാലും മടക്കി പറഞ്ഞയക്കില്ലെന്നും ആരുടെ കൈയും വെറുതെയാക്കില്ലെന്നും അങ്ങേക്കറിയുമായിരുന്നില്ലേ? എന്നിട്ട് എന്തിന് നിങ്ങളത് ചോദിച്ചു എന്ന് സ്വഹാബികൾ ഒന്നാകെ കൂടി ചോദിച്ചപ്പോഴാണ് ഈ മഹാനായ സ്വഹാബിയുടെ മറുപടി, മറ്റൊന്നുമല്ല, വല്ലാഹി മാ സഅൽതുഹു ഇല്ലാ അൻ തകൂന കഫനി യൗമ അമൂത്, ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ കഫം ഉടയാവണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസ്ത്രം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ്. നിബിതങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എമ്പാടും മാതൃകയാ നിബിതങ്ങളുടെ ജീവിതത്തിൽ, എമ്പാടും മാതൃക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കണ്ടുപഠിച്ചു, സ്വഹാബികൾ അത് കണ്ടുപഠിച്ചു. മഹദി ആയിഷ ബീവി നോമ്പ് തുറക്കാനുള്ള റൊട്ടി കഷ്ണം മാത്രം ബാക്കി വെച്ചിരിക്കുന്ന നേരത്താ ഒരാൾ വന്ന് വാതിൽക്കൽ വന്ന് ചോദിക്കുന്നത്, ആയിഷ ബീവി, എനിക്ക് വല്ലതും തരണം. ആ ഖുബ്സ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആ ഭക്ഷണവും നഷ്ടപ്പെട്ടു. വീട്ടിലിരിക്കുന്ന വേലക്കാരിയായ മൗലാത്ത് ഖാദിമത്തായ മഹദി ചോദിച്ചു, ആയിഷ ബീവി, നോമ്പ് തുറക്കാൻ വല്ലതുണ്ടോ? നമുക്ക് അള്ളാഹു തരും. ആ വൈകുന്നേരമായപ്പോഴേക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഭക്ഷണം വന്നു. ഒരു മാംസ കഷ്ണം അടുത്തുള്ള അയൽ വീട്ടുകാർ അയച്ചു കൊടുത്തതാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തൻ്റെ മൗലാത്തിയോട് പറഞ്ഞു, കണ്ടില്ലേ, നമ്മൾ കൊടുത്ത ഖുബ്സിനേക്കാളും പുണ്യമായത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതായിരുന്നു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മരണശയ്യയിൽ കിടക്കുന്ന നേരം ബഹുമാനപ്പെട്ടവർക്ക് കൊതി വന്നു മുന്തിരി കഴിക്കണമെന്ന്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. ഹഫ്സ ബീവി പറഞ്ഞു, ഞാൻ 1 ദിർഹം ചെലവഴിച്ചിട്ട് അങ്ങേക്ക് ഞാൻ മുന്തിരി കൊണ്ടുവരാം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞതാണ്. 1 ദിർഹം കൊണ്ടുകൊടുത്ത് മുന്തിരി വാങ്ങിച്ച് വരുമ്പോൾ ഒരു യാചകൻ പിന്നാലെ കൂടുന്നു. യാചകൻ പറഞ്ഞു, എനിക്കത് തരുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രോഗശയിൽ കിടക്കുമ്പോൾ പറഞ്ഞു, അയാൾക്ക് കൊടുത്തേക്കണം, അയാൾക്ക് നൽകിയേക്കണം. അത് കൊടുത്തു. രണ്ടാമതൊന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുക. 1 ദിർഹം എടുത്ത് രണ്ടാമത് വാങ്ങിച്ചു വരുമ്പോൾ വീണ്ടും ഇതേ യാചകൻ, അതെനിക്ക് തരുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊടുത്തേക്കണം, അദ്ദേഹത്തിന് നൽകിയേക്കണം. മൂന്നാമതും 1 ദിർഹം എടുത്ത് മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്ന ഹഫ്സ ബീവി, അവര് മൂന്നാമതൊരു ദിർഹം എടുത്ത് ഒരു മുന്തിരി കൂടെ വാങ്ങിച്ചു വരുമ്പോൾ ഇതേ യാചകൻ പിന്നാലെ കൂടിയപ്പോൾ ഹഫ്സ ബീവി വിഷമം കൊണ്ട് പറഞ്ഞു, ഇൻ സഅൽത മാ റുസ്ഖത ഖൈറൻ ഖത്തു, ഇനി എങ്ങാനും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ട ഈ സാധനം എനിക്ക് വേണമെന്ന് നിങ്ങൾ ചോദിക്കല്ലേ. ഇനി നിങ്ങൾ ചോദിച്ചാൽ അള്ളാഹു യാതൊരു നന്മയും നിങ്ങൾക്ക് തരില്ല കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ചോദിക്കാതിരുന്നത്. സമൂഹം ഇങ്ങനെയാണ്. ഒരു പക്ഷേ ചോദിക്കുന്നവർ വീണ്ടും ചോദിച്ചു വന്നേക്കും, വീണ്ടും ആവശ്യപ്പെട്ട് വന്നേക്കും. നമ്മൾ എങ്ങനെ പെരുമാറണം? പരിശുദ്ധ ദീൻ പറയാൻ, അൽ മസ്അലത്തു ശൈനുൻ യൗമൽ ഖിയാമ, യാചന പരലോകത്ത് അടയാളമായിരിക്കും മുഖത്തെന്നാണ്. നാളെ പരലോകത്ത് വരുമ്പോൾ യാചിച്ച ആളുകളുടെ മുഖത്ത് യാചനയുടെ അടയാളം അല്ലാഹു വികൃതമാക്കി കാണിച്ചു കൊടുക്കുമെന്നാണ്. പക്ഷേ ഒരു യാചകൻ വന്നാലോ നിങ്ങൾ ഉള്ളത് കൊടുക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഉള്ളത് കൊടുക്കുക. വലൗ കലിമതൻ ത്വയ്യിബ, ഒരു നല്ല വാക്കെങ്കിലും കൊടുക്കണം. എന്തേ കാരണം എന്നറിയോ?
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന യാചകന്മാരെ ശ്രദ്ധിക്കണേ. അവരിൽ ചില ആളുകൾ ഉണ്ട്, അവരൊരിക്കലും മനുഷ്യരോ ജിന്നുകളോ അല്ല. മനുഷ്യരോ ജിന്നുകളോ അല്ലാത്ത ആളുകൾ മനുഷ്യരൂപം പൂണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അവരുടെ യാചന നിങ്ങൾ തട്ടിക്കളയരുതേ. അതുകൊണ്ട് റുദ്ദുസ്സായില വലൗ ബികലിമത്തിൻ ത്വയ്യിബ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ഒരു യാചകനെ തിരിച്ചയക്കാവൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമത്തും ആശ്വാസവും സൗകര്യവും അല്ലാഹു തന്നാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ അല്ലാഹു മലാഖമാരെ കോലം കെട്ടി പറഞ്ഞയക്കും എന്നാണ് ഈ ഹദീസിന്റെ സാരം. അതുകൊണ്ട് സൂക്ഷിക്കണേ, ആട്ടി പറഞ്ഞയക്കല്ലേ.